അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ അങ്ങാടിക്കടവ് കുണ്ടൂർ പുഴയാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പക്ഷേ പലപ്പോഴും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും അത് ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഗൂഗിൾ മാപ്പ് ഇട്ട് വരുന്ന വാഹനങ്ങൾ അങ്ങാടിക്കടവിലേക്ക് എത്തുന്നതിന് വേണ്ടി വന്നു ചേരുന്നത് ഒരുപക്ഷെ പലപ്പോഴും ഈ റോഡിലാണ്. ഇവിടെ എത്തിയാലാണ് അറിയുക ഇവിടെ പാലമില്ല. അത് തിരിച്ചറിഞ്ഞാൽ വീണ്ടും തിരിച്ചു പോയി ആനപ്പന്തി വഴി വീണ്ടും അങ്ങാടിക്കടവിലേക്ക് 3.5 കിലോമീറ്റർ വീണ്ടും ചുറ്റി വേണം എത്താൻ എന്നുള്ളതാണ് വസ്തുത. ഇവിടെ പാലത്തിന് വേണ്ടി ബജറ്റിൽ പലപ്പോഴും ഒരു ടോക്കൺ അനുവദിക്കാറുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് നടപടികളൊന്നുമില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്ന പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത്. ഈ പ്രദേശത്തുള്ളവർക്കും ഇവിടെ ഒരു പാലം ഉണ്ടെങ്കിൽ അത് വലിയ പ്രയോജനമാകും എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതോടൊപ്പം തന്നെ ആനപ്പന്തിയിൽ പുതിയ പാലം വന്നതോടുകൂടി ഇവിടെ ഒരു പാലം ഇനി വരുമോ എന്നുള്ളൊരു ആശങ്കയും നാട്ടുകാരെ സംബന്ധിച്ച് ഉണ്ട്. എന്തായാലും ആ ആശങ്ക പരിഹരിക്കപ്പെടുമെന്നാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. അയ്യങ്കുന്ന് പഞ്ചായത്തിലെ അങ്ങാടിക്കടവ് കഞ്ഞിപ്പാറ ആനപ്പന്തി റൂട്ടിലെ കുണ്ടൂർ പുഴയാണിത്. ഈ പുഴ കടന്നാൽ തൊട്ടപ്പുറം അങ്ങാടിക്കടവ് ടൗണിലേക്ക് കയറാം. പക്ഷെ അത് കാൽനടയായി പോകുന്നവർക്ക് മാത്രം. അങ്ങനെയുള്ളവർക്കും പ്രയാസം. പുഴക്കക്കരെയുള്ള കുടുംബങ്ങൾക്ക് വാഹനങ്ങളിൽ പ്രധാന ടൗണായ അങ്ങാടിക്കടവിലെത്തണമെങ്കിൽ ആനപ്പന്തിയിൽ പോയി ചുറ്റി വളഞ്ഞ് വരണം. ഈ ആറളം അയ്യങ്കുന്ന് പഞ്ചായത്ത് കാലഘട്ടം മുതൽ ഇവിടെ ഈ പുഴയുണ്ട്. ഇതിലായിരുന്നു ഈ ഇപ്പോഴത്തെ അയ്യങ്കുന്ന് പഞ്ചായത്തിലെ എല്ലാ ആളുകളും ആറളത്തിനും വള്ളിത്തോടിനും പോകാൻ ആശ്രയിച്ചിരുന്ന വഴിയായിരുന്നു ഇത്. ഈ മേഖലയിലെ ആദ്യത്തെ വഴി, ആദ്യം ബസ് പോയ വഴി ആയിരുന്നത്. അതായത് 76 മുതൽ ഇങ്ങോട്ട് GNS എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റാർട്ട് ചെയ്തത് ഈ വഴിയിലൂടെയാണ്. വാണിയപ്പാറയിൽ നിന്ന് ഈ വഴി വന്ന് ആനപ്പന്തി പോയി കരിക്കോട്ടക്കരി കൂടി പോയി ഇരട്ടിക്ക് പോകുന്നൊരു ബസ് റൂട്ടായിരുന്നു ഇത്. അതാണ് ഭാവിയിൽ ഒന്നുമല്ലാത്ത രീതിയിൽ പായിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആനപ്പന്തിയിലൊരു പാലം വന്നു, ആ വഴി അതിൽ തെളിഞ്ഞു. അത് അന്ന് നടപ്പുവഴിയായിരുന്നു, അത് വെട്ടിത്തെളിഞ്ഞ് ബസ് റൂട്ടായി മാറി. അപ്പോൾ ഇത് അവഗണിക്കപ്പെട്ടു. അതിന്നും അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്തുള്ള ജനങ്ങൾക്ക് ഇന്നും ഇതൊരു ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, പഞ്ചായത്തുണ്ട്, പള്ളിയുണ്ട്, സ്കൂളുണ്ട്, വില്ലേജുണ്ട്. ഇതിലൊട്ടൊക്കെ ഈ ഭാഗത്തുള്ള പ്രദേശത്തുള്ള ആളുകൾക്ക് പോകണമെങ്കിൽ ആനപ്പന്തി ചുറ്റി, ഒരു വണ്ടിക്ക് പോകണമെങ്കിൽ, അതായത് ബൈക്കിന് വരെ പോകണമെങ്കിൽ ആനപ്പന്തി ചുറ്റിയിട്ട് വേണം. ഞങ്ങൾക്ക് 3.5 കിലോമീറ്ററോളം ചുറ്റിയിട്ടാണ് ഈ സ്ഥാപനങ്ങളിലൊക്കെ എത്താൻ പറ്റുള്ളൂ. ഇപ്പം ഞാനിന്ന് പള്ളിയിൽ പോകണമെങ്കിൽ 3.5 കിലോമീറ്ററിൽ ദൂരം കടന്നു പോയാലേ എനിക്ക് പറ്റും. വണ്ടിക്ക് പോകണമെങ്കിൽ ഇതിലോ പോകും. ഇതാണ് ഈ അവസ്ഥ. ഞങ്ങളൊക്കെ പഠിക്കാൻ പോയത് ഈ പുഴ കടന്ന് ഒരു പാലം, നടപ്പാലം, അത് ഇതിന് തൊട്ട് മുകളിലായിരുന്നു. അത് വെള്ളത്തിനൊക്കെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് താഴെ ഒരെണ്ണം ഉണ്ടാക്കി, അതും ഇങ്ങനെ പോകും, വെള്ളം വരുമ്പോൾ പോകും. അങ്ങനെയായിരുന്നു ഇതിൻ്റെ അവസ്ഥ. ഇനി നാളിതുവരെയായിട്ട് ഈ പ്രദേശത്തുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇവിടെ ഒരു പാലം വേണമെന്നുള്ള ആവശ്യബോധം ഇന്ന് വരെ വന്നിട്ടില്ല. ഇപ്പോൾ നിലവിലൊരു പാലത്തിൻ്റെ പദ്ധതികൾ നടപ്പുണ്ട്. അതിൽ സർക്കാരിൻ്റെ ബജറ്റിൽ 100 രൂപ ടോക്കണിൽ പെട്ട് കിടക്കുകയാണ്. അത് ഇതുവരെ അതിൻ്റെ ബാക്കി തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. 21 ബജറ്റിൽ മുതൽ 100 രൂപ ടോക്കൺ, അങ്ങാടിക്കടവ് കുണ്ടൂർപ്പുഴ പാലത്തിന് 100 രൂപ ടോക്കൺ അനുവദിച്ചു എന്നുള്ള വാർത്തയല്ലാതെ വേറൊരു വിവരവും നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. വണ്ടികളെല്ലാം വരുന്നത് ഗൂഗിൾ മാപ്പ് നോക്കിയ വഴിയാണ്. ഷോർട്ട് വഴിയാണല്ലോ ഗൂഗിൾ മാപ്പിൽ കൊടുക്കുക. അതുകൊണ്ട് ഈ വഴിയിലൂടെ വരുന്നു. ഇവിടെ പാലമില്ലാത്തതുകൊണ്ട് എല്ലാവരും നമ്മുടെ വീടുകളിൽ ഓരല്ലെങ്കിൽ വഴി കാണുന്നവരോട് ചോദിച്ചിട്ടാണ് തിരിച്ചെങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ സ്ഥലത്തോട്ട് പോവുക, അല്ല ചരളി പോകണമെങ്കിൽ, വാണിയപ്പാറ പോകണമെങ്കിൽ, ഇന്നിങ്കിരി പോകണമെങ്കിൽ, എങ്ങനെ ചോദിച്ചിട്ടാണ് ഓരോ സ്ഥലത്ത് പോകാൻ വേണ്ടി എത്രയോ പേരോട് ഒന്ന് ചോദിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ ഒന്ന് റിട്ടേൺ ചെയ്ത് പോവുകയാണ്. കാരണം ഗൂഗിൾ മാപ്പ് ഷോർട്ട് വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഷോർട്ട് വഴിയിൽ ആദ്യം മുതലേ ഉള്ളതുണ്ട്. ഇന്നും ഗൂഗിൾ മാപ്പിൽ ഈ റോഡും പോയിട്ടില്ല. ആനപ്പന്തി വള്ളിത്തോട് ഭാഗത്തു നിന്ന് ഗൂഗിൾ മാപ്പിൽ അങ്ങാടിക്കടവ് തേടിയാൽ എളുപ്പ വഴിയായി ഈ റോഡ് കാണിച്ചു തരും. അങ്ങനെ കുണ്ടൂർ പുഴ വരെ അങ്ങാടിക്കടവിന് തൊട്ടടുത്തെത്തി തിരിച്ച് ആനപ്പന്തിയിലേക്ക് തന്നെ പോകേണ്ടി വരുന്ന സ്ഥിതിയും വാഹനങ്ങൾക്ക് ഇവിടെ പതിവ്. 1947 അയ്യങ്കുന്നിലേക്ക് കുടിയേറ്റം ഉണ്ടായത്. ആ കാലഘട്ടത്തിൽ നിലവിൽ നിന്ന ഒരു റോഡാണ് വള്ളിത്തോട് ആനപ്പന്തി വഴി അങ്ങാടിക്കടവിലേക്കുള്ള ഏറ്റവും ചെറിയ ദൂരത്തുള്ള ഒരു വഴി. ആ കാലഘട്ടത്തിൽ കടന്ന് ഈ ജനവാസമൊക്കെ വന്നപ്പോൾ അത്യാവശ്യം ഒരു ബസ് സർവീസ് അയ്യങ്കുന്ന് പഞ്ചായത്തിനെ ആശ്രയിച്ച് വന്നപ്പോൾ അത് ആദ്യമേ ഉണ്ടായിരുന്ന റോഡാണ് ഇത്. വീണ്ടും നമ്മുടെ റോഡ് വികസനങ്ങളൊക്കെ വന്നപ്പോൾ ആനപ്പന്തി മുതൽ അങ്ങാടിക്കടവിൻ്റെ ഈ പാലം, ഈ പുഴ വരെ 10-20 വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് സൗകര്യപ്പെടാൻ വേണ്ടിയിട്ട് ആ റോഡ് 2 കിലോമീറ്റർ വളഞ്ഞു ചുറ്റി അങ്ങാടിക്കടവ് ടൗണിലേക്ക് വന്നു. അന്ന് ഞങ്ങളാരും എതിർപ്പൊന്നും പറഞ്ഞില്ല. കാരണം ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് 100-100ഓളം കുടുംബങ്ങൾ വരുന്നുണ്ട്. ഡോൺ ബോസ്കോയുടെ കോളേജുണ്ട്, കോളേജിൻ്റെ ഹോസ്റ്റലുണ്ട്, ധാരാളം. ഏറ്റവും എളുപ്പമായിട്ട് അങ്ങാടിക്കടവ് ടൗണിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന റോഡ് അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്ഥാനമായ അങ്ങാടിക്കടവിൻ്റെ
ഹൃദയഭാഗത്തുള്ളൊരു വിജനത പിടിച്ച ഒരു അവഗണിക്കപ്പെട്ട ഒരു തോടും ആണ്. അപ്പോൾ ഈ അങ്ങാടിക്കടവ് അയ്യങ്കുന്ന് പഞ്ചായത്തിന് തന്നെ ഒരു നാണക്കേടാണ് ശരിക്കും അങ്ങാടിക്കടവ് ടൗണുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ഇതിനൊരു പരിഹാരം നമ്മുടെ കഴിഞ്ഞ കാലത്ത് നമ്മുടെ MLA ഇന്ന് നമ്മുടെ മന്ത്രിയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്ന പഞ്ചായത്ത് ഭരണസമിതിയോടും അക്കാലത്തെ MLA-യോടും ഒക്കെ ഞങ്ങൾ നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പൈലിങ് കാര്യങ്ങളെല്ലാം നടന്നു പോയതാണ് ഒരു കാലഘട്ടത്തിൽ. ഒരു 8-10 വർഷമെങ്കിലും ആയി കാണും, 10 അല്ലാതെ കൂടുതലായെന്ന് തോന്നുന്നു. എന്നിട്ടും അതൊന്നും പൊങ്ങി വന്നില്ല. പക്ഷേ ഈ കാലഘട്ടത്തിലെങ്കിലും ഇതൊന്ന് വികസിപ്പിച്ച ഒരു പാലം, ഒരു വാഹന ഗതാഗതത്തിന് യോഗ്യമായ ഒരു പാലം അനുവദിച്ചു തരികയാണെങ്കിൽ ഏറ്റവും നന്നായി എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് ഈ മന്ത്രിസഭ അംഗീകരിക്കുന്നത് ഞങ്ങൾ വിചാരിക്കുന്നു. കുടിയേറ്റ മേഖലയായ പ്രദേശത്തെ ഈ വഴിക്ക് നാടിന്റെ ചരിത്രപരമായും ഏറെ സ്ഥാനമുണ്ടെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങാടിക്കടവ് കുടിയേറ്റത്തിൻ്റെ ആദ്യകാല റോഡായിരുന്നു ഈ അങ്ങാടിക്കടവ് കുണ്ടൂർപ്പുഴ ആനപ്പന്തി റോഡ്. ഏകദേശം ഏതാണ്ട് 75 വർഷത്തിന് മുമ്പ് ഇതിലെയായിരുന്നു കൂടുതൽ ആൾക്കാരും അന്ന് കാളവണ്ടി കാലം മുതൽ തന്നെ ഇതിലെയായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം വന്ന റോഡുകളാണ് ഇതിൻ്റെ അപ്പുറത്തൂടെയുള്ള ആനപ്പന്തി അങ്ങാടിക്കടവ് വള്ളിത്തോട് റോഡുകൾ. ഇതുവരെയും ഈ പുഴയ്ക്ക് പാലമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ അവഗണിക്കപ്പെട്ടിരുന്നത്. ഏതാണ്ട് 100ഓളം വീട്ടുകാരും ഡോൺ ബോസ്കോ ഹോസ്റ്റലിലെ കുട്ടികളും ഈ ടൗണിനെ ആശ്രയിക്കുന്നത് ഈ പുഴ കടന്നാണ്. ഇല്ലെങ്കിൽ അടുത്തുള്ള പറമ്പുകൾ കയറി ഏതാണ്ട് 1 കിലോമീറ്ററും ചുറ്റി വളഞ്ഞാണ് അങ്ങാടിക്കടവ് ടൗണിലെത്തുന്നത്. ഈ ദുരിതത്തിന് ഒരു പരിഹാരം കാണാൻ ഞങ്ങൾ MLA-ക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. അതിനു മുമ്പ് ഉണ്ടായിരുന്ന പല MLA-മാരോടും ഞങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അത് നടപ്പാക്കി കിട്ടിയിട്ടില്ല. ഇത് എത്രയും വേഗം നടപ്പിലാക്കി കിട്ടാൻ വേണ്ടി MLA സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത്. ഈ MLA തന്നെ ഈ റോഡിലൂടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നടന്നു പോയിക്കൊണ്ടിട്ടുള്ള റോഡാണ്. അത്രയും പഴക്കമുള്ള റോഡാണ്. ഇതുവരെയും ഇതിനൊരു പാലം ഉണ്ടാകാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ആനപ്പന്തിയിലുള്ള നിലവിലുള്ള പാലം, ആ പാലം ഇത് പുതിയ പാലം പണിതാണ്. അത് പണ്ട് പിന്നെ ആ പാലം പൊളിക്കുന്നതിന് മുമ്പ് ആ പാലം പൊളിച്ചു കളഞ്ഞ ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലം ശരിക്കും ഇവിടെ അനുവദിച്ച പാലമാണ്. ചില രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇത് അങ്ങോട്ടാക്കി മാറ്റി അങ്ങനെ അതോടുകൂടിയാണ് പിന്നെ ഈ റോഡ് ഇങ്ങനെ അടഞ്ഞു പോയത്. അങ്ങനെ ഇരുന്നപ്പം പിന്നെ പുള്ളി പറഞ്ഞല്ലോ MLA ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നതാണ്. പിന്നെ MLA-ക്ക് ഞങ്ങളൊരു മെമ്മോറാണ്ടം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പുള്ളി പരമാവധി ഈ ചെയ്യാൻ സഹായിക്കാം എന്ന് പുള്ളി പറഞ്ഞിട്ടുമുണ്ട്. മറ്റേ ടോക്കൺ കഴിഞ്ഞ ബഡ്ജറ്റിലൊക്കെ 2-3 വർഷമായിട്ട് ടോക്കൺ അഡ്വാൻസ് 100 രൂപ വെക്കുമായിരുന്നു, ടോക്കൺ ആയിട്ട് വെക്കുന്നു. അപ്പം ഈ പുതിയ സർക്കാരിൻ്റെ ഈ ബഡ്ജറ്റിൽ വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ആശ്രയിക്കുന്ന വഴി പക്ഷേ അധികൃതർ വേണ്ടത്ര ഗൗരവത്തിലെടുക്കുന്നില്ല എന്നതാണ് വസ്തുത. ഇവിടെ അക്കരെ ഭാഗത്ത് ഡോൺ ബോസ്കോ കോളേജ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ കോളേജിൽ പല പല ടെസ്റ്റുകൾക്ക് വരുന്ന കുട്ടികളെല്ലാം ഈ ഭാഗത്ത് വരെ എത്തിയിട്ട് ഞങ്ങൾ തന്നെ വഴി പറഞ്ഞു കൊടുത്തിട്ട് തിരിഞ്ഞു പോകേണ്ട അവസ്ഥയാണ്. കാരണം ഇങ്ങോട്ട് അപ്പുറത്തെ റോഡിലേക്ക് കടക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ ഭാഗത്തെ ജനങ്ങളെപ്പോലെ തന്നെ വളരെയധികം ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് കുട്ടികൾ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ ഈ തോട് കടക്കാൻ അവർക്ക് സ്വാഭാവികമായി സാധിക്കില്ല. പിന്നെ മറ്റൊരു ചെറിയ പാലമുള്ളത് കുറേ 1 കിലോമീറ്ററോളം അപ്പുറത്തേക്ക് മാറിയിട്ടാണ്. അത് നടപ്പാലം മാത്രമാണ്. അത് തന്നെ വളഞ്ഞ് വേണം, ഒത്തിരി വളഞ്ഞിട്ടാണ് കുട്ടികൾക്ക് എത്തേണ്ടത്. കിലോമീറ്റർ ദൂരമുണ്ടത്. പിന്നെ കുട്ടികൾ പറമ്പുകളിൽ കൂടി കയറി അപ്പുറത്തുള്ള പറമ്പുകളിൽ ആശ്രയിച്ചിട്ട് മറ്റുള്ള റോഡിൽ കയറിയിട്ടാണ് പോകുന്നത്. ആ പോകുന്ന വഴിക്ക് തന്നെ പ്രൈവറ്റ് വ്യക്തികളുടെ, സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലുള്ള കുളത്തിൻ്റെ അരികെ കൂടിയൊക്കെയാണ് ഈ കുട്ടികൾ കടന്നു പോകുന്നത്. അപ്പോൾ ശരിക്കും വളരെ ഭീതിതമായിട്ടാണ് അവരുടെ മാതാപിതാക്കൾ ആ കുട്ടികളെ ആ ഭാഗം കടത്തി വിടുന്നത് തന്നെ. വൈകുന്നേരം കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ആ പ്രധാന റോഡിൻ്റെ അടിയിൽ പോയി നിന്ന് കാത്തു നിന്ന് കൂട്ടിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. ഈ ഭാഗത്തുള്ള നേരത്തെ പറഞ്ഞതുപോലെ 100ഓളം വീടുകളിലെ വീട്ടുകാർക്ക് ഈ പാലം 100ഓളം തന്നെ അല്ല, എല്ലാവർക്കും തന്നെ ഇതിലൂടെ യാത്ര ചെയ്താൽ എളുപ്പത്തിൽ ആനപ്പന്തി അല്ലെങ്കിൽ വെള്ളിത്തോട് എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രധാന വഴി തന്നെയാണിത്. പക്ഷേ ഈ പാലം ഇല്ലാത്തതുകൊണ്ട് ഈ പ്രദേശം അവഗണിക്കപ്പെട്ടു പോവുകയാണ്. 4ാം വട്ടവും MLA-യും ഇപ്പോൾ മന്ത്രിയുമായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് തന്റെ സ്കൂൾ പഠനകാലത്ത് അമ്മ വീട്ടിൽ നിന്ന് എടൂരിലെ സ്കൂളിലേക്ക് നടന്നുപോയ വഴി കൂടിയാണിത്. ബജറ്റുകളിൽ ടോക്കൺ കിട്ടുന്നതല്ലാതെ പാലം യാഥാർത്ഥ്യമാവുന്നില്ല. മന്ത്രിയായ സണ്ണി ജോസഫിലാണ് ഇപ്പോൾ നാട്ടുകാരുടെ മുഴുവൻ പ്രതീക്ഷയും. പുതിയ സർക്കാർ വന്നു. ഈ പ്രദേശത്തിൻ്റെ കൂടി MLA ആയ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് സംസ്ഥാനത്തെ മന്ത്രിയായി. ബജറ്റ് വരാൻ വേണ്ടി പോകുന്നു പുതിയ സർക്കാരിൻ്റെ. ഈ ബജറ്റിലെങ്കിലും ഇവിടെ ഒരു പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക വകയിരുത്തൽ മാത്രമല്ല, അത് പാലം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കപ്പെടുമെന്നാണ് നാട്ടുകാർക്ക് പൊതുവെയുള്ള പ്രതീക്ഷ. ജിതിനോടൊപ്പം ഷിജിത്ത്, ഏജനറ്റ് ന്യൂസ്.